ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് നല്ലൊരു സ്വീഡിഷ് ഡിഷായിട്ടുള്ള നല്ല സിനമൺ റോളാണ്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് അതൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു 100 ml പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് അങ്ങനെ വയ്ക്കുക, റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ അതിപ്പോൾ നന്നായിട്ട് പുളിച്ച് പൊങ്ങും. ഇതുപോലെ പുളിച്ച് പൊങ്ങി നമുക്ക് കിട്ടും. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് നമ്മുടെ മൈദപ്പൊടി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ ഒരു 1.5 കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് 1 കപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡറും പിന്നെ കുറച്ച് സോൾട്ടും കൂടി അതിലേക്ക് ഇട്ട് ജസ്റ്റ് ആ മാവിൽ നിന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ടോട്ടലായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഡയറക്റ്റായിട്ട് ഈസ്റ്റിൽ ഉപ്പും അതുപോലെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടാൽ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വരില്ല, മാവൊന്നും നന്നായിട്ട് മയപ്പെട്ട് വരില്ല. അത് ഈസ്റ്റൊക്കെ ചത്തു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാവ് നമ്മൾ കുറച്ചുകൂടി മാവ് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1/2 കപ്പിൽ നിന്ന് കുറച്ചുകൂടി ഒരു 1/4 കപ്പും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നമ്മൾ ഒന്ന് മയപ്പെടുത്തി കൊടുത്തിട്ട് ഒരു 1.5 മണിക്കൂറോളം നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് എടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് നന്നായിട്ട് മാവ് നല്ല പൊങ്ങി കിട്ടും. എന്നിട്ട് വീണ്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഒന്നും കൂടി ഒന്ന് മയപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു 1/2 പോർഷൻ മതിയാവും മാവിൻ്റെ. ചെറുതായിട്ടാണ് തയ്യാറാക്കാൻ പോണത്, അപ്പം അത്രയും മതിയാവും. അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള മാവ് നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി എടുക്കേണ്ടതാണ്. അപ്പം നമ്മൾ പരത്താൻ ഉദ്ദേശിക്കുന്ന ബോഡിയിലേക്ക് കുറച്ച് മാവ് ഇട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു ചപ്പാത്തിയുടെ സ്റ്റിക്ക് കൊണ്ട് പറ്റാവുന്നിടത്തോളം വലിപ്പത്തിൽ ഒന്ന് പരത്തി കൊടുക്കുക. അതായത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വനസ്പതി അല്ലെങ്കിൽ ഡാൽഡ അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡാൽഡ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു പഞ്ചസാരയുടെയും നമ്മുടെ സിനമൺ അല്ലെങ്കിൽ പട്ടയുടെയും മിക്സ് അതിലേക്ക് ചേർക്കാനുണ്ട്. അതിനായിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം പൊടിച്ച നമ്മുടെ സിനമൺ അല്ലെങ്കിൽ പട്ട അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പരത്തി ഡാൽഡ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം നമ്മുടെ സ്പൂൺ കൊണ്ട്, ഒന്നും കൂടി ഒന്ന് അമർന്നിരിക്കാനായിട്ട്. അപ്പോൾ ഡസ്റ്റിങ്ങും സ്പ്രെഡിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് റോളിംഗ് ആണ്. അത് ഒന്ന് റോൾ എടുക്കുകയാണ് ചെയ്യണത്. അതിനായിട്ട് പതുക്കെ ഒരു സൈഡിൽ നിന്ന് കാണുന്ന പോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ നമ്മൾ പൊട്ടിപ്പോവാതെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാനുണ്ട്. അപ്പം കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ നൂലാണ് എടുത്തിട്ടുള്ളത്. നൂലെടുത്തിട്ട് ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇറുക്കി കൊടുത്താൽ ഇതുപോലെ കട്ടായിട്ട് വരും. നൈഫിട്ട് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ അത് ഒന്ന് ജസ്റ്റ് ചപ്പിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ട്രേയിൽ ഗ്രീസ് ചെയ്ത ട്രേയിലോട്ട് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ സിനമണിൻ്റെ ആ ഒരു മിക്സ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം കുറച്ച് പാലെടുത്തിട്ട് അതിൻ്റെ ടോപ്പിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബേക്ക് ചെയ്തെടുത്തിട്ട് ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ജസ്റ്റ് ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിനമൺ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കാണാൻ ഭംഗിയുള്ള പോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ആ ഒരു പട്ടയുടെ ചുവ ഇഷ്ടമല്ലാത്തവർക്ക് മാത്രമേ ഇത് ഇഷ്ടപ്പെടാതെ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ പട്ടയുടെ അളവ് ഇടുന്നതൊന്ന് കുറച്ച് മതിയാവും. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പം പുതിയൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.